സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഇന്നലെ തീർത്തും അക്രമാസക്തമായി മാറുകയാണുണ്ടായത്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 5 കേസും മറ്റിടങ്ങളിൽ ഓരോ കേസും എടുത്തിട്ടുണ്ട്. ഇതിൽ 18 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും 7 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുൻവശം ഇന്നലെ 1 മണിക്ക് 200ഓളം പ്രവർത്തകർ വാഹന ഗതാഗതവും സഞ്ചാര സ്വാതന്ത്ര്യവും തടയുകയുണ്ടായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ കല്ലെറിഞ്ഞു. കല്ലേറിൽ പോലീസ് ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത്, അഖിൽ, ഷൈൻ, അനിൽ, അനൂപ് എന്നിവർക്ക് പരിക്കുപറ്റി. ഇത് സംബന്ധിച്ച് കണ്ടോൺമെൻറ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ 6:30 150ഓളം പേർ സെക്രട്ടേറിയറ്റ് മെയിൻ ഗേറ്റ് ഭാഗത്തെത്തി വാഹന ഗതാഗതവും കാൽനട യാത്രക്കാരുടെ സ്വാതന്ത്ര്യവും തടഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചു. അവർ നടത്തിയ കല്ലേറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിമൽകുമാറിന് പരിക്കുപറ്റി. 6 സമരക്കാർക്കും പരിക്കുപറ്റി. സമരക്കാരെ പോലീസ് പിരിച്ചുവിട്ടു. ഇത് സംബന്ധിച്ച് കണ്ടോൺമെൻറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ രാവിലെ 11 മണിയോടെ 50ഓളം പ്രകടനക്കാർ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി. ടൂറിസം വകുപ്പിൻ്റെ 2 കാറുകൾക്ക് കേടുവരുത്തി. പ്രവർത്തകർക്ക് അവിടെ പരിക്കൊന്നും ഏറ്റിട്ടില്ല. ആലപ്പുഴ കലക്ട്രേറ്റിലേക്ക് 12:15 60ഓളം പേരാണ് മാർച്ചായി എത്തിച്ചേർന്നത്. തുടർന്ന് 1 മണിയോടെ പിരിഞ്ഞുപോയി. പിരിഞ്ഞുപോയവരാണ് പോലീസിന് നേരെ കല്ലേറ് നടത്തുന്നത്. പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. അതിൽ ചിലർക്ക് നിലത്ത് വീണ് 5 പേർക്ക് നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. 12:15 കോഴിക്കോട് DD ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇവിടെയും പ്രവർത്തകർ അക്രമാസക്തരാവുകയും ബാരിക്കേഡുകൾ തള്ളിമാറ്റി DD ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ചെയ്തു. പോലീസ് പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് പിരിച്ചുവിട്ടു. അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. പാലക്കാട് 11:30 കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് ഓഫീസറായ അബു താഹിറിന് പരിക്കുപറ്റി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്. ഇക്കാര്യത്തിൽ പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആർക്കും അവിടെ പരിക്കില്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നലെ നാം വിശദമായി ചർച്ച ചെയ്തതാണ്. മെഡിക്കൽ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ബഹുമാന്യനായ അംഗം പ്രസ്താവിച്ച കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. ആകെയുള്ള 23 സ്വാശ്രയ കോളേജുകളിൽ 20 എണ്ണം ഇതിനകം തന്നെ സർക്കാരുമായി ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കൂടി ധാരണയാകാൻ ഇടയുമുണ്ട്. ഇതിൻ്റെ ഫലമായി 1150 സീറ്റുകളിൽ മെറിറ്റിൽ നിന്ന് പ്രവേശനം ലഭിക്കും. അലോട്ട്മെൻറ്റ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ അഡ്മിഷൻ സമയബന്ധിതമായി
പൂർത്തിയാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നലെ വിശദമായി സംസാരിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 20 മുതലാണ് യൂത്ത് കോൺഗ്രസ് സമരം ആരംഭിച്ചത്. ഈ സമരം 24 മുതലാണ് അക്രമ സ്വഭാവമുള്ളതായി മാറുന്നത്. ഉദ്ദേശം പ്രകോപനമുണ്ടാക്കുക എന്നത് തന്നെയാണ്. ഇവിടെ മന്ത്രിമാരെ യാത്രാമധ്യേ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് അങ്ങ് പരാമർശിക്കുകയുണ്ടായല്ലോ. അതെനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത്. കാരണം യൂത്ത് കോൺഗ്രസ് വളരെ മോശമൊന്നുമല്ലാത്തൊരു സംഘടനയാണല്ലോ. ഞാൻ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് കൻ്റോൺമെൻറ്റ് ഗേറ്റ് വഴി ഉച്ചക്ക് പോകുമ്പോൾ കുറച്ചപ്പുറം എത്തിയപ്പോൾ 2-3 ക്യാമറക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഇതെന്താ ഇവരിങ്ങനെ ഓടുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് 2 ചെറുപ്പക്കാർ ആ സൈഡിൽ നിന്ന് ഓടി വരികയാണ്, റോഡിൻ്റെ വലതു ഭാഗത്ത്. ഈ ക്യാമറക്കാർ ഇടതു ഭാഗത്താണ്. അപ്പോൾ 2 പേര് ഓടി വന്ന് അവരുടെ കയ്യിൽ കൊടിയുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണെന്ന് അവകാശപ്പെടാതിരിക്കലാ നല്ലത്. കാരണം അത്രമാത്രം പരിഹാസ്യമായ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസ് എത്തിയിട്ടില്ല. അത്രമാത്രം പരിഹാസ്യമായ അത്രമാത്രം ഞാൻ പറയേണ്ടത് ഞാൻ പറയൂ. അല്ല, നിങ്ങളെന്തിനാ അതിന് ക്ഷോഭിക്കുന്നത്? ഞാൻ നിങ്ങളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ലല്ലോ. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമാത്രം മോശമായൊരു സംഘടനയാണെന്ന് എനിക്ക് ധാരണയില്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്രീ വിൻസെന്റ്, ആദ്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കി. പ്ലീസ് മുഖ്യമന്ത്രി സംസാരിക്കട്ടെ. പ്ലീസ്. യൂത്ത് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്ത് മോശമല്ലാത്തൊരു യുവജന സംഘടനയാണെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ആ സംഘടന 2 ആളുകളെന്ന നിലക്കല്ല ഒരു കരിങ്കൊടി പ്രകടനത്തിന് തയ്യാറാവുക. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ്. ആ ചാനൽ അതിനൊന്നും ചൂടായിട്ട് കാര്യമില്ല. അതിനൊന്നും സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി ചാനലുകൾക്ക് വേണ്ടി ഏതോ ചാനലുകാര് കാണിച്ച കാര്യമാണിത്. ശ്രീ ഷാഫി, ഏതോ ചാനലുകാർക്ക് വേണ്ടി എല്ലാവരും നിശബ്ദരായിരിക്കായിരുന്നു. അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് കാണണ്ട. ശ്രീ ഷാഫി, എന്താ വേണ്ടത്? അത് വേറെ പറയാനുള്ളത് കേൾക്കാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരും നിശബ്ദയോടുകൂടി കേട്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ. കേട്ടോ, അനാവശ്യമായ കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദമായി കേട്ടിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ധാരണയിലെ പറഞ്ഞത്. പ്ലീസ് സീറ്റിലേക്ക് പോകും. തിരിച്ചു പോകും. നിങ്ങൾ സീറ്റിലേക്ക് പോകും. സീറ്റ് പോയിരിക്കും. പ്ലീസ് നിങ്ങൾ വാടകയ്ക്ക് എടുത്തു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പ്ലീസ് ഗോ ടു യുവർ സീറ്റ്. പ്ലീസ് വേറെ ആള് വരണം. ശ്രീ ഷാഫി പറമ്പിൽ പ്രസംഗിക്കുമ്പോ നിശബ്ദരായിരുന്നില്ല എല്ലാവരും. നിങ്ങളിങ്ങനെ അസഹിഷ്ണുത കാണിക്കരുത്.
ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലേക്ക് തിരിച്ചു പോകണം. ബഹുമാനപ്പെട്ട അംഗങ്ങൾ സീറ്റിലേക്ക് തിരിച്ചു പോകണം. സീറ്റിലേക്ക് തിരിച്ചു പോകണം. ഷാഫി ഇവിടെ ആളുകളെ പേരെടുത്ത് വരെ പ്രസംഗിച്ചില്ലേ? ശ്രീ ഷാഫി പറമ്പിൽ അങ്ങയുടെ പ്രസംഗത്തിൽ പേരെടുത്ത് വരെ പ്രസംഗിച്ചില്ലേ? നിങ്ങൾ വാടകയ്ക്ക് എടുത്തുകൂടെ ആരും പറഞ്ഞിട്ടില്ല. ഓരോ പിൻവലിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾ വാടകയ്ക്ക് എടുത്തെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടില്ല. മുഖ്യമന്ത്രി എന്ത് പറയണമെന്ന് ചേർന്ന് പറയാൻ പറ്റില്ല. സർ ഇവിടെ ഷാഫി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. മറുപടി നിങ്ങൾ കേൾക്ക്. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ബഹളം വെച്ചതുകൊണ്ടൊന്നും മറുപടി പറയാതിരിക്കില്ല കേട്ടോ. അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി. മറുപടി പറയാതിരിക്കുന്ന പ്രശ്നമില്ല. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. നിങ്ങൾ പോയിരിക്കും. ആകാശത്തിന് കീഴിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഷാഫി പ്രസംഗിച്ചു. അതാണ് ആദ്യം വേണ്ടത്. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. മറുപടി പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം. ആദ്യം ഇരിക്കെ ഇരിക്കെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കണം പ്ലീസ്. ഇനി ഇതൊക്കെ പറയുന്നത് നോക്കണം. സഭാ നടപടികളുമായി സഹകരിക്കണം പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത് ശരിയല്ല. ശ്രീ ഷാഫി പറമ്പിൽ ദീർഘമായി സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദമായിരുന്നത് കേട്ടു. മറുപടി കേൾക്കാനുള്ള മര്യാദ കാണിക്കണം പ്ലീസ്. മറുപടി കേൾക്കാനുള്ള മര്യാദ കാണിക്കണം, സഹിഷ്ണുത കാണിക്കണം. മറുപടി പറയുന്നത് കേൾക്കണ്ടേ? മറുപടി പറയുന്നത് കേൾക്കാൻ തയ്യാറാവണ്ടേ? നിങ്ങൾ ആദ്യം മറുപടി പറയുന്നത് കേൾക്കാൻ നിങ്ങളെ അനുയായികളെ ശീലിപ്പിക്കേ. മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം ശീലിപ്പിക്കേ. പറഞ്ഞു കഴിയട്ടെ. മറുപടി കേൾക്കണ്ടേ? മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം പരിശീലിപ്പിക്കേ. അതെ, നിയമസഭക്കകത്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മറുപടി പറയുന്നത് കേൾക്കാൻ ആദ്യം ശീലിപ്പിക്കേ. മറുപടി പറയുന്നത് കേൾക്കാൻ ശീലിപ്പിക്കണം. അതാണ് ആവശ്യം. നിയമസഭയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്.